ഞാനിവിടെ വരുന്നതിന് മുന്നേ പല PSC എക്സാംസ് കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓൺലൈനായിട്ട് കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി കണ്ടന്റാണ്. അതായത് നമുക്ക് പെട്ടെന്ന് ബേസിക്സ് മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ PPT ബേസ്ഡ് ആയിട്ട് കാണിക്കും. അപ്പോൾ കണ്ടുകൊണ്ടും ഒരേ സമയം ലെക്ചറും ചെയ്താൽ അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പം പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ജോയിൻ ചെയ്ത സമയത്ത് സിലബസ് എന്താണെന്ന് അറിയാം, പക്ഷെ അത് എങ്ങനെ ഓരോ സബ്ജക്റ്റ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഇത്രയും വാസ്റ്റ് ഏരിയ, അപ്പം അതിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി ഇവിടെ വന്നപ്പോൾ. ഓക്കെ, നേരത്തെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് തന്നെ ആണോ എന്ന് തന്നെ സംശയം തോന്നുമായിരുന്നു. അപ്പോൾ ഇവിടെ PYQ ബേസ്ഡ് ആയിട്ട് കണ്ടന്റും അതിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്താൽ പോകുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഫെമിലിയർ ആവും ക്വസ്റ്റ്യൻസ്. നെറ്റിന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് മാത്രമല്ല, മറ്റ് എക്സാംസിനും ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോഴും ഇതിനു വേണ്ടിയിട്ട് വേറെ സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല, ഇത് പഠിക്കുന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്ക് കൊമേഴ്സിനാണെങ്കിൽ വേറെ ഏത് എക്സാം എഴുതുമ്പോഴും ഈ ഒരു കണ്ടന്റ് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ നെറ്റ് ക്രാക്ക് ചെയ്യുക, JRF ക്രാക്ക് ചെയ്യുക, ഇങ്ങനൊരു അൾട്ടിമേറ്റ് ഗോളായിട്ട് അത് മാത്രം സെറ്റ് ചെയ്തല്ല നമ്മൾ പറയുന്നത്. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു കരിയറിലേക്ക് എന്തൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആപ്പിൾബിയുടെ വലിയൊരു ലക്ഷ്യം. ഹായ് ഓൾ, ഇന്ന് നമ്മളോട് സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത് ലക്ഷ്മിപ്രിയാണ്. ലക്ഷ്മിപ്രിയ ഇക്കഴിഞ്ഞ ജൂൺ 2025 എക്സാമിന് കൊമേഴ്സിൽ നെറ്റ് ക്രാക്ക് ചെയ്തിരിക്കുകയാണ്. സോ ലക്ഷ്മിപ്രിയ നമ്മുടെ കഴിഞ്ഞ 2 ബാച്ചുകളായിട്ട് ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ആളാണ്. ലക്ഷ്മിപ്രിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലക്ഷ്മിപ്രിയ ശരിക്കും പറഞ്ഞാൽ BEd കഴിഞ്ഞ്, അതായത് ഒരു സബ്ജക്റ്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം ലക്ഷ്മിപ്രിയ ഫേസ് ചെയ്തൊരു ബുദ്ധിമുട്ട്. സോ അങ്ങനെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ലക്ഷ്മിപ്രിയ ഇവിടെ നെറ്റിന് വന്ന് ജോയിൻ ചെയ്യുന്നത്. സോ അങ്ങനെ ജോയിൻ ചെയ്തു. ആദ്യത്തെ കുറച്ച് കാലത്തിൽ നമുക്ക് സബ്ജക്റ്റ് ഗ്യാപ്പ് തിരുത്തുക അല്ലെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലേ? ശരിക്കും ആദ്യം ഇവിടെ വന്നപ്പോൾ എന്തായിരുന്നു ആദ്യത്തെ ഒരു സബ്ജക്റ്റ് ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ? ജോയിൻ ചെയ്ത സമയത്ത് സിലബസ് എന്താണെന്ന് അറിയാം, പക്ഷെ അത് എങ്ങനെ ഓരോ സബ്ജക്റ്റ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഇത്രയും വാസ്റ്റ് ഏരിയ, അപ്പം അതിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി ഇവിടെ വന്നപ്പം. ഓക്കെ, ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്തപ്പം നോട്ടൊക്കെ നമ്മൾ റിവൈസ് ചെയ്ത് പോയി, പക്ഷേ PYQ അത്രയും എനിക്ക് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സെക്കൻഡ് ടൈം ആയപ്പോഴാണ് ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് മനസ്സിലായത്. അപ്പം വീണ്ടും ഞാൻ ഡിസംബറിൽ അറ്റംപ്റ്റ് ചെയ്തായിരുന്നു, പക്ഷേ അതും കട്ട് ഓഫിന് അടുത്തൊക്കെ വന്നു, ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, മാർജിനലി പോവാണ് ചെയ്തത്. അപ്പം പിന്നെ ഞാൻ ഇത് തന്നെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. അത് ലക്ഷ്മിപ്രിയയുടെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ വന്നു, അതിനുശേഷം എക്സാം എഴുതി, അതിനുശേഷം നമ്മൾ ഉടനെ തന്നെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ആ ബാച്ചിലും ലക്ഷ്മിപ്രിയ ആദ്യം തൊട്ടേ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പേ ക്ലാസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ നമ്മളൊരു നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമുക്ക് നെറ്റോ JRF നമ്മളിലേക്ക് എത്തുന്നതിന് മുമ്പേ നമ്മൾ വീണ്ടും പ്രിപ്പറേഷൻ തുടങ്ങുക. സോ നമുക്ക് നെറ്റ് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് JRF ആയിരിക്കും മാർജിനലി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. സോ നമ്മളിത് വീണ്ടും പ്രിപ്പയർ ചെയ്യുന്നു, കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ പ്രോസസ്സിൽ നമ്മൾ നിൽക്കുന്നു, നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഗോളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ അത് ലക്ഷ്മിപ്രിയയുടെ എടുത്തു പറയേണ്ടുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ്. ലക്ഷ്മിപ്രിയയുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യും. നമ്മളിവിടെ കൃത്യമായിട്ട് ടോപ്പിക്സുകൾ എടുത്തു കൊടുക്കുകയും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. സോ ക്ലാസ്സിൽ വളരെ ആക്റ്റീവായിട്ട് അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കുന്ന വളരെ നല്ല രീതിയിൽ ആ ഒരു ട്രാക്ക് ഫോളോ ചെയ്ത് തന്നെ പോകുന്ന വ്യക്തിയായിരുന്നു. സോ നമ്മൾ ഇനി എക്സാംസ് നമ്മൾ നടത്തും, അല്ലേ? നമ്മളൊരു ടോപ്പിക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ടെസ്റ്റ് പേപ്പേഴ്സ് നടത്താറുണ്ട്. ഈ ടെസ്റ്റ് പേപ്പർ പഠനത്തിൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം, അതിൻ്റെ ചോയ്സ് എങ്ങനെ, എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റും, പിന്നെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ടെസ്റ്റ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം, അതെൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു, ടൈം മാനേജ് ചെയ്യാം. നമ്മളൊരു എക്സാം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ
സമയം മാനേജ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അതാണ് ഇത്തവണ ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തത്. അങ്ങനെയാണ് എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. സോ ഓരോരുത്തർക്കും ഓരോരോ സ്റ്റോറി ആയിരിക്കും പറയാനുള്ളത്. ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്. അവരുടെ ചിലപ്പോൾ വീക്ക് പോയിന്റും സ്ട്രോങ് ഏരിയാസും ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ലക്ഷ്മിപ്രിയയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മിപ്രിയയ്ക്ക് ഉണ്ടായിരുന്ന വീക്ക് പോയിന്റ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ വന്ന ഗ്യാപ്പ്, അതുപോലെ ടൈം മാനേജ്മെൻറ്റ്, അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു അല്ലേ? സോ പ്രോപ്പറായിട്ട് നമ്മൾ ടെസ്റ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ടൈം മാനേജ്മെൻറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇക്കഴിഞ്ഞ എക്സാമിന് ആ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്തത്? ടൈം മാനേജ് ഞാൻ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ടൈം അനുസരിച്ച് ചെയ്യുന്നൊന്നും ഇല്ലായിരുന്നു. വെറുതെ അവിടെ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ എടുത്ത് അങ്ങനെ 2-3 ചെയ്തുള്ളൂ. എന്നാൽ പോലും അത് എനിക്ക് അവിടെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എക്സാമിന്. ഇനി നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് കുറച്ചൊരു ടച്ച് ഉണ്ട്. ലൈക്ക് നമുക്ക് ഗ്യാപ്പ് വന്നു, അപ്പോൾ ആ ഗ്യാപ്പ് നമ്മളിവിടെ വരുന്നു, നമ്മൾ റീഫിൽ ചെയ്തു. നമുക്ക് പിന്നെ ഓൾറെഡി പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ ഓർമ്മയൊക്കെ വരും അല്ലേ? പിന്നെ ഇത് നെറ്റ് എക്സാമിനേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ PGക്ക് പഠിച്ച പോലെയല്ല നമ്മൾ നെറ്റിന് പഠിക്കുമ്പോൾ അതിൻ്റെ രീതികളും കാര്യങ്ങളിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ബാച്ചിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും പിന്നെ ഈ PYQs തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നതൊക്കെ. അപ്പം നമുക്ക് ആ ഒരു ടച്ച് വരും. നേരത്തെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് തന്നെ ആണോ എന്ന് തന്നെ സംശയം തോന്നുമായിരുന്നു. ഇപ്പോൾ ഇവിടെ PYQ ബേസ്ഡ് ആയിട്ട് കണ്ടന്റും അതിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്താൽ പോകുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഫെമിലിയർ ആവും ക്വസ്റ്റ്യൻസ്. അതൊരു വലിയ ഒരു ഓക്കെ. ഇനി പേപ്പർ 1 വന്നാൽ പേപ്പർ 1 എനിക്ക് തോന്നുന്നു ലോജിക്കൽ റീസണിങ് ഒക്കെ ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ലക്ഷ്മിപ്രിയയ്ക്ക് ഉണ്ടായിരുന്നത്. അതെങ്ങനെയാ ആ ഒരു ഏരിയ ഒന്ന് വർക്കപ്പ് ചെയ്തെടുത്തത്? ലോജിക്കൽ റീസണിങ് ആണെങ്കിലും ബ്ലെസ്സി മാം ഭയങ്കര നന്നായിട്ട് ക്ലാസ് എടുത്തു തരുമായിരുന്നു. പിന്നെ നമ്മൾ എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞു തരും. എല്ലാവരും മിസ്സാണെങ്കിൽ എല്ലാവരും ഡൗട്ട് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു തരും. അപ്പം അത് കുറച്ചുകൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. പിന്നെ ക്ലാസ്സിലാണെങ്കിലും PYQs ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ എനിക്കത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇവിടുത്തെ ഒരു മെയിൻ ഗോളായിട്ട് പറയുന്നത് നിങ്ങൾ നെറ്റ് ക്രാക്ക് ചെയ്യുക, JRF ക്രാക്ക് ചെയ്യുക, ഇങ്ങനൊരു അൾട്ടിമേറ്റ് ഗോളായിട്ട് അത് മാത്രം സെറ്റ് ചെയ്തല്ല നമ്മൾ പറയുന്നത്. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു കരിയറിലേക്ക് എന്തൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആപ്പിൾബിയുടെ വലിയൊരു ലക്ഷ്യം. സോ ഇപ്പോൾ കറൻ്റ്ലി ലക്ഷ്മിപ്രിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഗസ്റ്റായിട്ട്. എന്താണെന്ന് പറഞ്ഞേ? വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഗസ്റ്റായിട്ട് പോവാണ് ഇപ്പം. അതിപ്പോൾ കുറച്ച് നാളത്തേക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhD ചെയ്യണമെന്നാണ് ആഗ്രഹം. പിന്നെ നമ്മളിതിനിടയിൽ നമ്മുടെ JRF പ്രിപ്പറേഷൻസും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഈ പറഞ്ഞ ഒരു കോളേജിൽ ഒരു സ്കൂളിങ്ങിനെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻ്റർവ്യൂസ് ഉണ്ട് അല്ലേ? ഇൻ്റർവ്യൂവിന് പലപ്പോഴും നമ്മളോട് വളരെ ബേസിക് ക്വസ്റ്റനാണ് ചോദിക്കാറ്. നമ്മൾ PG ഒക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പോയൊരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ പലപ്പോഴും ബേസിക് കാര്യങ്ങൾ ആൾക്കാർ വിട്ടു പോകുന്നുണ്ട്. കാരണം അതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മേ ബി അറിയായിരിക്കും. സോ ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് തരുന്ന കോണ്ടന്റ് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് ഏറ്റവും നമ്മുടെ എക്സ്ട്രീമായിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇൻക്ലൂഡ് ചെയ്താണ് ക്ലാസ് പോകുന്നത്. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂസിലൊക്കെ പോകുമ്പോൾ ലക്ഷ്മിപ്രിയ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ പല PSC എക്സാംസ് കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓൺലൈനായിട്ട് കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി കണ്ടന്റാണ്. അതായത് നമുക്ക് പെട്ടെന്ന് ബേസിക്സ് മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ PPT ബേസ്ഡ് ആയിട്ട് കാണിക്കും. അപ്പോൾ കണ്ടുകൊണ്ടും ഒരേ സമയം ലെക്ചറും ചെയ്താൽ അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പം പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കണ്ടന്റ് നല്ല കണ്ടന്റാണ്. നമുക്ക് ഏതൊരു എക്സാമിന് പോയാലും അത് യൂസ്ഫുൾ ആയിരിക്കും. നെറ്റിന് മാത്രമല്ല പല കൊമേഴ്സ് ബേസ്ഡ് എക്സാംസിനും ഈ ഒരു നോട്ട് കണ്ടന്റ് വളരെ ഹെൽപ്ഫുൾ ആണ്. എനിക്കൊന്ന് ഇക്കഴിഞ്ഞ HST കൊമേഴ്സിന്റെ എക്സാമും ലക്ഷ്മി എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനും ഈ പറയുന്ന കോണ്ടന്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, നെറ്റിന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് മാത്രമല്ല മറ്റ് എക്സാംസിനും ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോഴും ഇതിനു വേണ്ടിയിട്ട് വേറെ സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല, ഇത് പഠിക്കുന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്ക് കൊമേഴ്സിനാണെങ്കിൽ വേറെ ഏത് എക്സാം എഴുതുമ്പോഴും ഈ ഒരു കണ്ടന്റ് ഫോളോ ചെയ്താൽ മതി. നമുക്ക് പലയിടത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. HSSTയുടെ എക്സാമിനെന്ന് പറഞ്ഞിരുന്നു കുറേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ കാണാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ലക്ഷ്മിപ്രിയയുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ്, അതായത് നമ്മൾ ഫസ്റ്റ് ടൈം എഴുതുന്നു, നമ്മൾ മാർജിനലി ഡിസ്ക്വാളിഫൈഡ് ആകുന്നു, വീണ്ടും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ ഈസി ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മൾ ഒരു തവണ പെട്ടെന്ന് എഴുതി കിട്ടുന്നതിലും കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് നമ്മളൊന്ന് ഡിസ്ക്വാളിഫൈഡ് ആയി വീണ്ടും നമ്മളതിലേക്ക് ഒന്ന് പാച്ചപ്പ് ആയിട്ട് കയറി വരിക. കാരണം നമുക്ക് ചുറ്റും
മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അത് ചിലപ്പോൾ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്തേക്കാം. എങ്ങനെയാണ് ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിന്ന് സെക്കൻഡ് അറ്റംപ്റ്റിൽ നിന്നൊക്കെ കവറപ്പ് ചെയ്ത് ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിയത്? ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ നെറ്റ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് എനിക്ക് കിട്ടിയതല്ല, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് മാർജിനലി എപ്പോഴും പോവായിരുന്നു, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതൊക്കെ കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, എന്നാൽ പോലും ഒരു ദിവസം നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ പോയിക്കൊണ്ട്. ഇവിടെയാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും എപ്പോഴും പറയായിരുന്നു എനിക്ക് ഒരു ദിവസം കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കാരണം അത്രയും ഇമ്പ്രൂവ് ചെയ്ത് എക്സാമിനൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ എക്സാം ഹാളിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയില്ല, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് കാരണമാണ് കിട്ടാതെ പോകുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ഇത്തവണയാണെങ്കിൽ കുറച്ചുകൂടെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഒരു ബെനിഫിറ്റ് ആയിരുന്നു ഇത്തവണ, കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെയാണ് എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. ശരി, എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ സപ്പോർട്ട് ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഒക്കെ ഈ ഒരു ജേർണിയിൽ? അവരുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഒരിക്കലും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഫാമിലിയിൽ നിന്നാണെങ്കിലും അമ്മയും അച്ഛനെ സിസ്റ്റർ എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും നെറ്റ് എക്സാം എഴുതുന്ന ഫ്രണ്ട്സിൻ്റെ ഒരു ഇമോഷണൽ സപ്പോർട്ട് അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം അവർക്കത് അറിയാം എക്സാം എങ്ങനെയാണ്, എത്രത്തോളം ടഫാണെന്നുള്ളത്. അപ്പം അവരുടെ ഒരു സപ്പോർട്ടും ഭയങ്കര നല്ലൊരു മോട്ടിവേറ്റിംഗ് ആയിരുന്നു. പലപ്പോഴും ഈ പറയുന്ന ഒരു തവണ പോയി നെറ്റ് എഴുതി, അപ്പോൾ നമ്മൾ പലരും കേൾക്കുന്ന ഒരു ചോദ്യം, നെറ്റ് പൊതുവേ ഒരു PG ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു സബ്ജക്റ്റ് ഗ്യാപ്പ് ഇത്രയും കാലമായില്ലേ, വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എനിക്കൊന്ന് എല്ലാവരും മെജോറിറ്റി ആൾക്കാരും ഫേസ് ചെയ്യുന്നതാണ്. പക്ഷെ നെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമ്മളൊരു PGക്ക് നമ്മൾ മാർക്ക് വാങ്ങുന്നല്ലോ വളരെ എളുപ്പത്തിൽ കിട്ടുന്നു എന്നല്ല. കാരണം ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു എലിമിനേറ്റീവ് ടൈപ്പ് ഓഫ് എക്സാമാണ്. അതായത് 100 പേര് എഴുതുമ്പോൾ അവിടെ 6 പേർക്ക് മാത്രമാണ് നെറ്റ് ഇടുന്നത്. അങ്ങനെയുള്ളതിൽ ഒരാളായിട്ടാണ് ലക്ഷ്മിപ്രിയ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് വളരെ ഈസി ടാസ്ക് അല്ല. നമ്മൾ നന്നായിട്ട് നമ്മുടെ എഫേർട്ടുകൾ കൊടുത്ത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. സാർ എപ്പോഴും പറയുന്നത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നത്. അങ്ങനെ ഒരു റിസൾട്ടിലേക്ക് വളരെ നല്ല രീതിയിൽ പഠിച്ച് എത്തിയിട്ടാണ് ലക്ഷ്മിപ്രിയ ഇന്ന് നമ്മുടെ ഒപ്പം ലക്ഷ്മിപ്രിയയുടെ സന്തോഷം പങ്കിടാനായിട്ട് വന്നത്. ഓക്കെ, അപ്പം ഇനി ഇതുപോലെ മാർജിനലി ഈ ഒരു എക്സാമിന് മേ ബി ഡിസ്ക്വാളിഫൈഡ് ആയി പോയ, അല്ലെങ്കിൽ അവർ വിചാരിച്ചത്രയും പെർഫോം ചെയ്യാൻ പറ്റാതെ വന്ന കുട്ടികൾ ചിലപ്പം ഇത് കാണുന്നുണ്ടായിരിക്കും. സോ അവരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങളത് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു ദിവസം നമുക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം ഇത് തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൽ നമ്മൾ എക്സ്പേർട്ട് ആവും. എന്ത് ഒരു കാര്യമാണെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും. അത് എങ്ങനെയെങ്കിലുമൊക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതെ, ആ ഒരു ടെക്നിക്കിലൂടെ പോയാൽ മതി, എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം അതിനൊരു എക്സാമ്പിളാണ് ഞാൻ കുറേ തവണ മാർജിനലി എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, പോവായിരുന്നു, കട്ട് ഓഫിൻ്റെ അടുത്തെത്തിയിട്ടും കിട്ടാതെ പോവായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് കാണും. അപ്പം അവരോട് പറയുന്നത് നമ്മളെപ്പോലുള്ള ഇത്രയും അറ്റംപ്റ്റ് ചെയ്തിട്ടും കിട്ടാതെ വന്ന ആൾക്കാർ എങ്ങനെയാണോ ഇതുപോലെ ക്രാക്ക് ചെയ്യാൻ പറ്റിയത്, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഒരു ദിവസം എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ മാക്സിമം ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അതിൽ PYQs കൂടുതൽ വർക്കൗട്ട് ചെയ്യുക, പാറ്റേൺ മനസ്സിലാക്കി, പിന്നെ ടൈം മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, PYQs ടൈം വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് ആ എക്സാം ഹോളിൽ നമുക്ക് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് ആ സമയത്തിനുള്ളിൽ. അതൊരു വലിയൊരു മാറ്ററായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പ്രശ്നമുള്ളവർ ഒത്തിരി പേര് കാണും. അപ്പം ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് എല്ലാവർക്കും നെറ്റ് കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ ലക്ഷ്മിപ്രിയയുടെ ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന എക്സാമിന് ഉറപ്പായിട്ടും JRF ലക്ഷ്മിപ്രിയ ക്വാളിഫൈ ചെയ്യും. നമ്മളെടുത്ത് വീണ്ടും വന്ന് ഇതുപോലെ നമ്മൾ സന്തോഷം പങ്കിടും അല്ലേ? അപ്പോൾ ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? വർക്കിംഗ് ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഓൾറെഡി ഇപ്പം ലക്ഷ്മിപ്രിയയെ സംബന്ധിച്ചോളം കോണ്ടന്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ ഒരു പ്രോപ്പർ ട്രാക്കിലാണ്. സോ അതൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഈ പറയുന്ന ലക്ഷ്മിപ്രിയയുടെ സന്തോഷം ഒന്ന് പങ്കിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം വന്നു. നിങ്ങളോടെല്ലാം അത് വളരെ കൃത്യമായിട്ട് ഷെയർ ചെയ്തു. താങ്ക് യു. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്റ്റുഡൻറ്റിൻ്റെ സക്സസ് സ്റ്റോറി ആയിട്ട് കാണാം. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.